എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണിത്. അല്പം ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ. ഞാനിത് ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാം. 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി കൈ കൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഓയിലൊക്കെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായി ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിലാക്കി എടുക്കണം. 1/4 കപ്പ് വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് നന്നായി കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഗോതമ്പ് പൊടി കൊണ്ട് ഈ പലഹാരം ഉണ്ടാക്കാം. ഗോതമ്പ് പൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. 1/4 കപ്പ് വെള്ളം മുഴുവനായും ചേർത്ത് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. ഞാനിവിടെ ചിക്കൻ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ പീസുകൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6-7 ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളൂ. എല്ലാം ബോൺലെസ് ആയിട്ടുള്ളതാണ് വേണ്ടത്. ഇനി ഈ ചിക്കൻ പീസുകളൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സ്റ്റോക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഫില്ലിംഗ് മിക്സ് ചെയ്യുന്ന സമയത്ത് 1-2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കാം. നുറുക്കിയെടുത്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു സവാളയും 3-4 വെളുത്തുള്ളിയും കൂടെ നന്നായി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നുറുക്കിയെടുത്ത സവാളയും ചിക്കൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇത് ഹോം മെയ്ഡ് ഒറിഗാനോ പൗഡറാണ്. ഒറിഗാനോ ചേർക്കുമ്പോൾ ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഫില്ലിംഗ് റെഡിയായി. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുക്കാം. ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് പരത്തി അതിലേക്ക് ഫില്ലിംഗ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പൊടിയൊന്നും ഇടാതെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഞാനൊരു മോമോ മേക്കർ ആമസോണിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് വാങ്ങിയിരുന്നു. അതിൽ വെച്ചൊന്ന് പരത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. പരത്താൻ പറ്റിയില്ല. ഞാൻ ആദ്യം മോമോ മേക്കർ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സംഭവം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് മാവ് പരത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ആ മോമോസിൻ്റെ ഷേപ്പൊക്കെ വരത്തക്ക രീതിയിൽ ആ ഫില്ലിങ്ങൊക്കെ വെച്ച് നമുക്കത് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റിയ 2 ഭാഗങ്ങൾ. അതിൽ ഈ പരത്തുന്ന ഭാഗം ഒട്ടും തന്നെ ശരിയാവില്ല. കുറേ പ്രാവശ്യം പ്രസ് ചെയ്ത് എടുത്താൽ മാത്രമാണ്, ഒരു 5-6 പ്രാവശ്യമെങ്കിലും പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് പരന്നു വരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു മോൾഡിനുണ്ട്. ഇതൊരു ഉപയോഗമില്ലാത്തൊരു മോമോ മേക്കറാണ്. ആരെങ്കിലും ഇങ്ങനത്തെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരം അല്ലാതെ മെറ്റലിൻ്റെ കിട്ടും. ഇതിനൊട്ടും വെയിറ്റ് ഇല്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അത് നന്നായിട്ടൊന്ന് എന്തോരം പ്രസ് ചെയ്താലും അതങ്ങ് പരന്ന് വരില്ല. നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം നമ്മളിത് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് വീണ്ടും വെച്ച് പ്രസ് ചെയ്താൽ മാത്രമാണ് അത് നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. വില കുറവാണ്, പക്ഷെ ഗുണമില്ല. ഞാൻ ഇതുപോലെ 2 പ്രാവശ്യമൊക്കെ ഇതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഒട്ടും തന്നെ പരന്ന് വന്നിട്ടില്ല. അച്ചുള്ള ഭാഗത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. മോമോ മേക്കർ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെറ്റലിൻ്റെ വാങ്ങിക്കൂ കേട്ടോ. ഡിസൈനുള്ള ഭാഗത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് അത്ര വലിയ കുഴപ്പമൊന്നും ഉള്ളതല്ല. ഇതിങ്ങനെ അടയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഈ മാവ് കുറച്ചങ്ങ് കയറിപ്പോകും. അത് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് ഞാനിത് ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്.
ചപ്പാത്തി പ്രസ്സിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ ഓരോ ഉരുളകളും എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പരന്ന് കിട്ടിക്കോളും. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പം നല്ലതുപോലെ കനം കുറഞ്ഞ് പരന്ന് കിട്ടും. ചപ്പാത്തി പ്രസ്സിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം മോമോ മേക്കറിലേക്ക് വെച്ചിട്ട് ഫില്ലിങ്ങും കൂടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അരിയൊക്കെ നല്ലതുപോലെ പ്രസ്സായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. മോമോ മേക്കറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കാം. ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ്ങും വെച്ച് അരിക് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. വേവിച്ചെടുക്കാനുള്ള പ്ലേറ്റിൽ ഒരല്പം ഓയിൽ വറ്റിയതിന് ശേഷം വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ഫില്ലിങ്ങും വെച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ മോമോസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം ചൂടാവാൻ വച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ചിക്കൻ മോമോസ് റെഡിയായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫാക്കുന്നതിന് 2 മിനിറ്റ് മുൻപേ മൂടിയൊന്ന് മാറ്റിയിട്ട് ഒരല്പം ഒറിഗാനോ ഒന്ന് വിതറി കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിനോട് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് സമയം മൂടി വെച്ച് ആവി കയറ്റണം. നല്ല രുചികരമായ ചിക്കൻ മോമോസ് ചൂടോടുകൂടി തന്നെ ടൊമാറ്റോ സോസിനൊപ്പം സെർവ് ചെയ്യാം. സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. കുട്ടികളൊക്കെ കളി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.